അതായത് ദൈവത്തെ സൃഷ്ടിച്ചത്, അപ്പോൾ ഈ പ്രപഞ്ചവും അതിലുള്ള സർവ്വ വസ്തുക്കളെയും സൃഷ്ടിച്ച് ദൈവമാണെങ്കിൽ ദൈവത്തെ സൃഷ്ടിച്ചത് ആരാണ്? അപ്പോൾ അതിനൊരു ഉത്തരം കിട്ടണമല്ലോ. അപ്പോൾ ശരി, അവരുടെ യുക്തിയിൽ നിന്നുകൊണ്ട് നമുക്കൊരു ഉത്തരം കണ്ടെത്താം. ദൈവത്തെ സൃഷ്ടിച്ചത് മറ്റൊരു ദൈവമാണ്. ആ ഒരു ദൈവത്തിന് നമുക്ക് എ എന്ന് പേര് കൊടുക്കാം. അപ്പോൾ ദൈവത്തെ സൃഷ്ടിച്ചത് ആരാണ്? മറ്റൊരു ദൈവമായ എ ആണ്. അപ്പോൾ ഈ എ എന്നുള്ള ദൈവത്തെ സൃഷ്ടിച്ച ആരാണ്? അത് മറ്റൊരു ദൈവമായ ബി ആണ്. അപ്പോൾ ബി എന്നുള്ള ദൈവത്തെ സൃഷ്ടിച്ച ആരാണ്? അത് മറ്റൊരു ദൈവമായ സി ആണ്. ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, ഇതിനൊരു തീരുമാനം ഉണ്ടാകത്തില്ല. അവസാനം സെഡാണ് സൃഷ്ടിച്ചത്. അപ്പോൾ സെഡിനെ സൃഷ്ടിച്ചത് ആരാണ്? അത് മറ്റൊരു ദൈവമായ ഡബിൾ എ ആണ്. ഇതിൽ മറ്റൊരു വലിയൊരു പ്രശ്നം, വലിയൊരു വിഡ്ഢിത്തം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതെന്താണെന്ന് അറിയുമോ? ഇപ്പോൾ പ്രപഞ്ചങ്ങളെ മുഴുവൻ സൃഷ്ടിച്ചത് ആരാണെന്ന് ചോദിക്കുമ്പോൾ ദൈവമാണ്. അപ്പോൾ ദൈവത്തെ സൃഷ്ടിച്ചത് ആരാണെന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ വലിയൊരു വിഡ്ഢിത്തം അതിലേക്ക് കടന്നു വരികയാണ്. അത് നമ്മൾ പരിശോധിക്കാൻ പോകുന്നു. വേറൊന്നുമല്ല, വളരെ സിമ്പിളാണ്. കാരണം ബി സൃഷ്ടിച്ച ദൈവം എ ആണെന്ന് വരുമ്പോൾ എ എന്നുള്ളത് സൃഷ്ടാവാകുമോ? സൃഷ്ടിയല്ലേ. ഇനി എ സൃഷ്ടിച്ച പ്രപഞ്ചത്തിന് മുഴുവൻ കാരണമായി തീർന്നിട്ടുള്ള ഏകനായ ശക്തി എന്നൊക്കെ പറയപ്പെടുന്ന ദൈവം അല്ലെങ്കിൽ അള്ളാഹു, അത് എയുടെ സൃഷ്ടിയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി സൃഷ്ടിയായി മാറിയില്ലേ? അത് സൃഷ്ടാവെന്ന് പറയാൻ കഴിയുമോ?